കാസർഗോഡ് ഇടയിലക്കാട്ടുകാവിൽ ഒരുക്കിയ വാനര സദ്യ കാണാൻ ആയിരങ്ങൾ. പഴങ്ങളും പച്ചക്കറികളുമായി നവോദയ ഗ്രന്ഥാലയം ബാലവേദിയാണ് കാവിലെ കുരങ്ങുകൾക്ക് സദ്യ വിളമ്പിയത്. ചക്ക, ക്യാരറ്റ്, ബീട്രൂട്ട്, തക്കാളി, പൈനാപ്പിൾ, നെല്ലിക്ക, സപ്പോട്ട, പപ്പായ, കക്കിരി തുടങ്ങിയ 18 ഇനങ്ങളും ഉപ്പ് ചേർക്കാത്ത ചോറുമാണ് ഇത്തവണ വാനരർക്കായി വിളമ്പിയത്. നവോദയ ഗ്രന്ഥാലയം ബാലവേദിയിലെ കുട്ടികൾ ഓണപ്പാട്ടുകൾ പാടിക്കൊണ്ട് കാവരികിലെത്തുമ്പോഴേക്കും വാനരപ്പട തടിച്ചുകൂടിയ ആൾക്കൂട്ടത്തിനിടയിലേക്ക് എത്തിയിരുന്നു. ഇടയിലക്കാട്ട് കാവിന് സമീപം ഇലവെച്ച് വിഭവങ്ങൾ വിളമ്പിയതോടെ പിന്നീടുള്ള നിമിഷങ്ങൾ വാനരസദ്യയുടെ കൗതുക കാഴ്ചകൾക്ക് വഴിമാറി. ചക്കയും ക്യാരറ്റും ഏറെ ഇഷ്ടത്തോടെ അകത്താക്കി. ഇത് തുടർച്ചയായി 18ാം തവണയാണ് അവിട്ടന്നാളിൽ വാനര സദ്യ ഒരുക്കുന്നത്. ഇങ്ങനെയൊരു സദ്യ ഞങ്ങൾ എത്തിച്ചേർന്നത് എന്ന് പറയുന്നത് ഇവിടുത്തെ വാനരന്മാരുടെ എണ്ണം ക്രമാതീതമായിട്ട് ഇവിടുന്ന് കുറയുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇവിടുത്തെ കാവിലേക്ക് ധാരാളം സഞ്ചാരികൾ കടന്നു വരുന്നുണ്ട്. അവർ കടന്നു വരുന്ന സമയത്ത് ഈ കുരങ്ങൾക്ക് പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ നൽകാറുണ്ട്, പ്രത്യേകിച്ച് ബിസ്ക്കറ്റുകൾ പോലുള്ള സാധനങ്ങൾ. ഇതിന്റെ പ്രത്യുൽപാദന ശേഷി വലിയ നിലയിൽ കുറഞ്ഞു വരികയും ഇവിടുത്തെ കുരങ്ങിന്റെ എണ്ണം 5 ഒരു കാലഘട്ടത്തിൽ വരികയുണ്ടായി. അതുകൊണ്ട് അതിനെ തുടർന്നാണ് ഞങ്ങൾ ഒരു ബോധവൽക്കരണം എന്നുള്ള രീതിയിൽ കാവ് കാണാൻ എത്തുന്ന സഞ്ചാരികൾ നൽകുന്ന പലതരം ഭക്ഷണങ്ങൾ കുരങ്ങുകളുടെ ആരോഗ്യത്തെ സാരമായി ബാധിക്കുന്നുവെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് നവോദയ ഗ്രന്ഥാലയ നേതൃത്വത്തിൽ സദ്യ ഒരുക്കാൻ തുടങ്ങിയത്. നിലവിൽ 30ഓളം കുരങ്ങുകളാണ് വലിയപറമ്പ് ഇടയിലക്കാട്ടെ കാവിലുള്ളത്. അമൃത ന്യൂസ്, കാസർഗോഡ്.